ഷീതേ, കഴിഞ്ഞ ദിവസം പ്രശസ്തയായ ഒരു നടിയുടെ റൈറ്റപ്പ് കാണുകയുണ്ടായി. അവർ മലയാളത്തിലേക്ക് വീണ്ടും വരികയാണ്. പേര് അനുപമ പരമേശ്വരൻ. അനുപമ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ എക്കാലത്തെയും റൊമാൻറ്റിക് ഹിറ്റ് പ്രേമം എന്ന സിനിമയിലെ മെയിൻ നായിക മേരി, പുള്ളി നമ്മുടെ നിവിൻ പോളിയുടെ പേരായിട്ട് കുറച്ച് നാളുകൾ അഭിനയിച്ചു, കുറച്ച് ഭാഗങ്ങൾ അഭിനയിച്ച വ്യക്തി. പക്ഷെ ആ പാട്ടും ആലുവാപ്പുഴയുടെ തീരമൊന്നും നമ്മൾ ആരും മറക്കില്ല. ഈ എക്കാലത്തെ റൊമാൻറ്റിക് ഹിറ്റ് ആണെന്ന് ആരാ പറഞ്ഞത്? അതായത് റെക്കോർഡുകളുണ്ട് പ്രേമത്തിന്. ഇത്രയും നാളുകൾ ഇത്രയും കളക്ഷനോട് കൂടി ഓടിയ ഒരു പടം, അതായത് നമ്മുടെ ചിത്രവും കിലുക്കുമായിട്ടുള്ള കമ്പാരിഷനില്ല, 2010 ശേഷം ഓടിയ ഒരു പടം എന്ന നിലയിൽ പ്രേമത്തിന് ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. എക്കാലത്തെയും അത്രയും ഉള്ള യുവനായകന്മാരുടെ റെക്കോർഡുകൾ ഭേദിച്ച ഒരു പടമായിരുന്നു പ്രേമം. അനിയത്തിപ്രാവിന്റെ റെക്കോർഡ് ഭേദിച്ചതാണ് പ്രേമം. നമ്മൾ റെക്കോർഡിന്റെ വിഷയം നമ്മൾ അനുപമ പരമേശ്വരിലേക്ക് കടക്കാം. അനുപമ പരമേശ്വരൻ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ട്. അവര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ചിത്രത്തിൽ സുരേഷ് ഗോപിയോടൊപ്പം അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം അവര് സിനിമയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല, മലയാള സിനിമയിൽ ഇല്ലായിരുന്നു. അതായത് പ്രേമവും എനിക്ക് തോന്നുന്നു ജോമോന്റെ സുവിശേഷങ്ങൾ കഴിഞ്ഞ ശേഷം അനുപമ പരമേശ്വരൻ അങ്ങനെ ആയിരുന്നു നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ തെലുങ്കിലും ഷോർട്ട് ഫിലിംസിലും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് അവരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വമ്പൻ ഹിറ്റുകളുമായിരുന്നു. മലയാളികൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആര് പറയണ്ട, നമ്മൾ ആ പടം ഞാൻ ഷോർട്ട് ഫിലിംസ് കണ്ടതാണ്. അവർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അനുപമ പരമേശ്വരൻ എന്നുള്ളൊരു അഭിനേത്രി ഇത്രയും ടാലന്റഡ് ആയിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. പ്രേമത്തിന് ശേഷം അവിടെ ആരോപണത്തിലേക്ക് വരാം. ആരോപണം പറയുന്നത് മലയാളത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി, അഭിനയിക്കാൻ കൊള്ളാത്ത നടിയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ട്രോളുകൾ ചെയ്തു. അതുകൊണ്ടാണ് അവർ മലയാളത്തിലേക്ക് വരാതിരുന്നതും. പകരം മറ്റു നാടുകളിൽ അവർക്ക് അവാർഡുകൾ അംഗീകാരങ്ങൾ, അവിടുത്തെ നായികയായിട്ടാണ് അവരവിടെ അഭിനയിക്കുന്നത്, കന്നഡയിലും തെലുങ്കിലും ഒക്കെ. അപ്പൊ പിന്നെ അവരെ മലയാളം പൂർണ്ണമായും തഴഞ്ഞു, അവഗണിച്ചു. അതാണ് അവരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വരാഞ്ഞത്. നല്ലൊരു ക്യാരക്ടർ കിട്ടി, ആ ഡയറക്ടർ അവിടെ പോയി കുത്തിയിരുന്നോണ്ടാണ് അവർ വന്നതെന്നാണ് അവർ പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ജാനകി വേഴ്സസ് മറ്റേ ഇത് പറയുമ്പോഴേ എനിക്ക് മറ്റേ ഇതിലെ രംഗാണ് ഓർമ്മ. എന്ത് വേണമെങ്കിൽ ഞാനും വരാം അമേരിക്കയിലേക്ക്. ഓ, അങ്ങനെ അത്രയ്ക്ക് നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയെ തരം താഴ്ത്തി കിട്ടുന്നത്? അവരുടെ ഓരോ ഇൻഡസ്ട്രിക്കും അതിന്റെ രീതിയുണ്ട്. അവിടെ ചെന്ന് അഡാപ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ആ പടം അവിടെ ഹിറ്റ് ആകുന്നത്. ഈ ആരോപണങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതെന്താ അംഗീകരിക്കാൻ പറ്റും? ഒന്ന്, അവര് വന്ന ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാടാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമയിലൂടെ തെന്നിന്ത്യ അല്ലെങ്കിൽ ഹോളിവുഡ് വരെ എത്തിയ 2ഓളം നായകന്മാരുടെ പേര് അറിയാലോ. നയൻതാര ഉണ്ട്, അസിനുണ്ട്. ആദ്യത്തെ സിനിമ സത്യൻ അന്തിക്കാടല്ലോ ചെയ്തത്, പ്രേമല്ലേ അവരുടെ ആദ്യത്തെ സിനിമ. പറയട്ടെ, പിന്നീട് അവർക്ക് അവസരം കിട്ടി. സത്യൻ അന്തിക്കാടിനെ പോലുള്ള സംവിധായകൻ അവരെ എത്രത്തോളം അവരെ അഭിനയം ഏകദേശം കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് സത്യൻ അന്തിക്കാടിന്റെ മാത്രമേ ഞാൻ പറയുന്നത്. മനസ്സിനക്കിനെ ഇറങ്ങിയ സമയമല്ല ഈ പറയപ്പെടുന്ന ജോമോന്റെ സുവിശേഷം എഴുതിയത്. അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ ആരെയും തഴയാനൊന്നും പോകും. അതുകൊണ്ടാണ് അവർ മറ്റു ഇൻഡസ്ട്രി പോയി ഹിറ്റ് ആയത്. മലയാളം മാത്രമല്ല സിനിമയുടെ അവസാന വാക്ക്. അതെനിക്ക് മനസ്സിലായി. തെലുങ്കല്ലേ? അതെ, എന്താ തെലുങ്ക് ഭൂഷൺ, എന്താ RRR ആദ്യമായിട്ട് ഓസ്കാർ മേടിച്ച RRR തെലുങ്കല്ലേ? നാച്ചുറൽ ആക്ടിങ് എന്ന് പറയുന്നത് തെന്നിന്ത്യയിൽ മലയാളത്തിലെ നടന്മാരേ ഉള്ളൂ എന്ന് ഈ തെലുങ്കനും തമിഴനും കന്നഡക്കാരനും വിവരമുള്ള അവിടുത്തെ സിനിമ ചെയ്യുന്ന ആളുകളൊക്കെ പറയാം. അല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ നെടുമുടി വേണു, തിലകൻ, എത്ര പേരെ നമുക്ക് എങ്ങനെ എണ്ണാം? നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ അവരെ അവഹേളിക്കുന്നില്ല എന്ന് വെച്ചാൽ അതോടൊകൂടി മലയാള സിനിമ നിൽക്കും. അവരൊക്കെ മരിച്ചു പോയില്ല, ഇവിടെ തെലുങ്ക് പോയിട്ട് ഞാൻ വലിയ അവിടെ നായികയായി എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. മലയാള സിനിമയിൽ കഴിവുള്ള മലയാളത്തിന് നഷ്ടമാണ് അനുപമ പരമേശ്വരൻ എന്ന് ഞാൻ പറയാം. കൊണ്ട് ചിരിപ്പിക്കല്ലേ? ചിരിച്ചോളൂ, നിങ്ങൾക്ക് ചിരിക്കാം. കാരണം നിങ്ങൾ പൊട്ടക്കണത്തെ തവളയാന്ന് ഞാൻ പറയും, വേറെ ഒന്നും കൊണ്ടല്ല. തെലുങ്കാണ് ഓസ്കാർ പേടി. തെലുങ്കിലെ ഡാൻസ് നമുക്ക് പുച്ഛമായിരുന്നു. മറ്റേ നാട്ടുകെട്ട നമുക്ക് പുച്ഛമായിരുന്നു. ആ നാട്ടുകെട്ടയാണ് മറ്റേ കീരവാണി ഓസ്കാർ മേടിച്ചത്. ബാലണ്ണയുടെ ഒരു ആക്ഷൻ കണ്ടു. മലയാളത്തിൽ പൊട്ട സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ലേ? മലയാളത്തിലെ എല്ലാ ഹിറ്റുകളായിരുന്നു. ഞാൻ പറയുന്നത് അവരുടെ ആരോപണത്തെയാണ്. അതായത് കഴിവുള്ള എന്നെ ഇവിടെ തെലുങ്ക് എന്ന് പറഞ്ഞ് പുച്ഛിച്ചോണ്ടാ ഞാൻ പറഞ്ഞത്. തെലുങ്ക് സിനിമയിൽ ആ സ്റ്റാർ ആവാൻ ആർക്കും കഴിയും. ഒന്നൊന്ന് ഷീതി തന്നെ എത്ര പേര് എടുക്കുമെന്ന് എനിക്കൊന്ന് കാണാം. ഞാൻ ബെറ്റ് വയ്ക്കുന്നു. ഞാൻ ഈ പണി നിർത്തും. ഷീത്തിനെ നായകനാക്കി തെലുങ്കിന്റെ സിനിമ എടുത്ത് ഹിറ്റാക്കിയാൽ ഞാൻ ഈ പണി നിർത്തും. പറയാൻ പറ്റില്ല. ഞാൻ ശ്രീനിവാസൻ പറഞ്ഞ പോലെ തെലുങ്കന്മാർ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്ക് മലയാളം അറിയില്ലെന്നല്ല, കന്നഡികാരും തെലുങ്കന്മാരും ഒക്കെ ഇത് കേൾക്കും. അവർ കുറച്ചൊക്കെ അറിയാം. ഇതെങ്ങാനും വയറാവാണെങ്കിൽ തെലുങ്കന്മാർ എന്നോട് ക്ഷമിക്കും. ഇതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം ഷീത്തിനാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിൽ അതായത് എന്നെ മലയാള സിനിമ തഴഞ്ഞു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞത് മഞ്ജു വാര്യറോ അല്ലെങ്കിൽ ഉർവശിയോ സുഹാസിനിയോ അല്ലെങ്കിൽ കനകയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അവരൊക്കെ മലയാള സിനിമയിൽ തങ്ങളുടേതായ സ്ഥാനം ഉണ്ടാക്കി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് പിന്നീട് അവസരങ്ങളില്ലാതെ പോയ ചില നടിമാരെങ്കിലും ഉണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെയുള്ളവരെ തഴഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പുറത്തോട്ട് വന്നിട്ടില്ല.
ഇപ്പോഴും സുഹാസിനി എവിടെയാണ് ഇപ്പൊ നായികയായിട്ട് അഭിനയിക്കുന്നത്? ശോഭന ഇപ്പൊ തുടരത്തിൽ തിരിച്ചു വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മഞ്ജു വാര്യരുണ്ട് ഇപ്പൊ സ്റ്റിൽ, നമുക്ക് പറയാം. ഉർവശിയൊക്കെ നായികമാരായിട്ട് എവിടെയാണ് അഭിനയിക്കുന്നത്? അവരൊക്കെ അവരുടെ ആ കഥാപാത്രങ്ങൾ ചെയ്ത സൈഡിൽ നമുക്ക് നായിക എന്ന് ഞാൻ പറഞ്ഞില്ല, കഴിവുള്ളവരെ അവരൊക്കെ പോയി കഴിഞ്ഞ പിന്നെ ആരുണ്ട്? അനുപമ പരമേശ്വരനുണ്ട്, നമിത പ്രമോദ് ഉണ്ട്, അമിതയുണ്ട്, നമ്മുടെ അനശ്വര, പിന്നെ നമ്മുടെ അനശ്വര അവളുണ്ട്. അവരൊക്കെ നല്ല നടിമാരൊന്നും ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ. അവരൊക്കെ മലയാള സിനിമയിൽ തന്നെ ഉണ്ടല്ലോ. അവര് മലയാള സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, കഴിവുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അസിൻ എവിടെയാണ് മലയാളത്തിൽ അംഗീകരിച്ചത്? അസിൻ പഴയ നടിയാണ്. അസിന് പോയി ഹിറ്റ് അടിച്ചത് മുഴുവനും തമിഴിലാണ്. നയൻതാര എന്തുകൊണ്ടാണ് മലയാളം അംഗീകരിക്കാത്തത്? നയൻതാര എന്തുകൊണ്ടാണ് മലയാളം അംഗീകരിക്കാത്തത്? എപ്പോഴാണ് അംഗീകരിച്ചത്? വിസ്മയത്തുമ്പത്ത് എന്ന് പറഞ്ഞ പടം 8 നിലയിൽ പൊട്ടി അവര് പോയി ഹിറ്റ് അടിച്ചത് ഗജനിയിലാണ്. ഗജനിയിൽ അവിടെ ഹാർഡ് വർക്ക് അവിടെ തെറ്റിദ്ധാരണയൊന്നുമല്ല. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാർ തമിഴിലാണ് അവർ നിൽക്കുന്നത്, അല്ല മലയാളത്തിലല്ല നയൻതാര നിൽക്കുന്നത്. ആ സിനിമ ഫ്ലോപ്പ് ആയിരുന്നു. അതായത് ആ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു എന്ന് വെച്ചാൽ അവരുടെ അഭിനയം മോശമായത് കൊണ്ടാണ്. പിന്നെ ഏത് സിനിമയിൽ മനസ്സിനക്കരയ്ക്ക് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപിന്റെ നായികയായിട്ട് മലയാള സിനിമയിലേക്ക്? എത്ര വർഷത്തിന് ശേഷം വരുന്നേ? 12 വർഷങ്ങൾക്ക് ശേഷം. അപ്പോഴെപ്പോ അവിടെ തഴഞ്ഞു. അവര് സൂപ്പർ സ്റ്റാറിന് ശേഷം അവര് മാറിയതല്ല, അവര് ഹാർഡ് വർക്ക് ചെയ്ത് അവരവിടെ കഷ്ടപ്പെട്ട് അവര് സൂപ്പർ സ്റ്റാറിന് ശേഷം ദിലീപിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് അവർ ബോഡി ഗാർഡിലേക്ക് നായികയായിട്ട് വരുന്നത്. അല്ലാതെ ഒരിക്കലും മലയാള സിനിമയ്ക്ക് പറ്റിയ ബജറ്റ്, അതായത് അവരുടെ തുക, പ്രതിഫല തുക കൊടുക്കാൻ അവിടെ പോയി അവര് അറിയാമെന്ന് പറയാം. ചുമ്മാ മലയാള സിനിമ ഇങ്ങനെ പലരോടും കാണിച്ചിട്ടുണ്ട്. പല നല്ല നടിമാരും അവിടെ ചെന്ന് മലയാളികളായിട്ട് ഹിറ്റടിച്ച നായികമാരുണ്ട് അവിടെ. നയൻതാരന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, അസിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. നമുക്ക് അവരുടെ സിനിമ കാണാം. ആരുടെ സിനിമ? അനുപമയുടെ സിനിമ വരട്ടെ, അപ്പൊ നമുക്ക് കാണാം. എന്തായാലും അനുപമ പരമേശ്വരൻ, ഇത് ഞാൻ പറയുന്നു, അവിടെ ബമ്പർ ഹിറ്റ് ആയിരിക്കും ഈ പറയുന്ന സിനിമ. അവർ നല്ല കഴിവുള്ള നടി തന്നെയാണ്. മലയാള സിനിമ ഒരുപാട് പേര് ഇതുപോലെ തഴഞ്ഞിട്ടുണ്ട്. അവർ കഴിവുള്ളതായത് കൊണ്ടാണ് മറ്റ് ഇൻഡസ്ട്രിയിൽ അവർക്ക് തിളങ്ങാൻ സാധിച്ചത്. ശാരിക പറഞ്ഞ പോലെ ചിലപ്പോൾ മഞ്ജു വാര്യരും ഉർവശിയും അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും അനുപമ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമുക്ക് അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു അനുപമ. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഈ ഒരു ആരോപണം ശരിയല്ല. അങ്ങനെ കഴിവില്ലാത്ത അല്ലെങ്കിൽ കഴിവുള്ള ആളുകളെ ഒന്നും അങ്ങനെ മാറ്റി നിർത്താൻ ആർക്കും പറ്റിയിട്ടുണ്ടല്ലോ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും അനുപമയുടെ കഴിവുകൾ അനുപമ അഭിനയിച്ച് തന്നെ കാണിക്കട്ടെ. കാണാം.